വിശദമായ വാർത്തകളിലേക്ക്. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വലിയമല സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് നേതൃത്വവും പല നേതാക്കളും പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അന്നൊക്കെ പറഞ്ഞിരുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നതും, അതായത് കെ സുധാകരൻ്റെ വാക്കുകളും വ്യക്തമാണ്. കെ സുധാകരൻ ന്യായീകരിച്ചതടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ പോലും ഒരു കേസില്ല, അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരു കേസില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതൊരു കേസിലേക്ക് എത്തിയിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആ വകുപ്പുകൾ? ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? കാളിദാസൻ, അതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കണ്ടെത്താനായില്ല. നമുക്കറിയാം, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ലൈംഗിക പീഡന ആരോപണ പ്രകാരമുള്ള ഒരു ആരോപണം വരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. പാലക്കാട് MLA തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പാലക്കാട് സജീവമായത്. ആ പാലക്കാട് സജീവമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഒന്ന് മുന്നോട്ട് വരുന്ന ഇതിനിടയിലാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഈ ഒരു പീഡന ആരോപണം വരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം വലിയമല പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാനും ഉള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് നിർബന്ധിത ഗർഭചിത്രം, അതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നീ 2 കുറ്റങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചേർത്തിരിക്കുന്നത്. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ഒരു പോലീസിന് നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കുറ്റമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിൻ്റെ അന്വേഷണ ചുമതല. ഏതായാലും രാഹുൽ മാത്രമല്ല, കോൺഗ്രസും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം നമുക്കറിയാം, മുൻപൊക്കെ, അതായത് ഈ 3 മാസം മുമ്പ് പീഡന ആരോപണം വന്നപ്പോഴും എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നത് തന്നെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കേസിൽ ഈ അതിജീവിതയുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിജീവിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ വാട്സാപ്പ് ചാറ്റുകളും ഈ ഓഡിയോ ക്ലിപ്പുകളും നേരിട്ടെത്തി കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നുമാണ് ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനുശേഷം യുവതിയുടെ രഹസ്യമൊഴി കോടതി മുൻപാകെ രേഖപ്പെടുത്താനും പോലീസ് അപേക്ഷ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. താൻ നേരിട്ട് ഈ പരാതിക്കാരി, അതായത് അതിജീവിത, കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അറിയിച്ചിരുന്നതായാണ് ഈ പരാതി. കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അറിയിച്ചിരുന്നതായും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ അഭിഭാഷകരുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ആയിരിക്കും ഈ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ളൊരു സാധ്യതയുള്ളത്. അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നേരിട്ട് ഹൈക്കോടതിയെ ഈ മുൻകൂർ ജാമ്യ ഹർജി, അസാധാരണ സംഭവം കൊണ്ട് മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാവൂ എന്നുള്ളതാണ് നിർദ്ദേശം. MLA ആണെന്നതും അറസ്റ്റ് സാഹചര്യം ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ടുഡേ ഈ ഹർജി എത്തിയാനുള്ള ഒരു സാധ്യത കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഗണിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും ഹർജി നൽകുക. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലായിരിക്കും മുൻകൂർ ഹർജി നൽകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്.
ഈ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപൊരു കേസുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ സാഹചര്യം ഈ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എന്നാൽ ഈ അതിജീവിതം നൽകിയ പരാതിയിൽ പ്രത്യേക ഒരു കേസായിട്ടായിരിക്കും പോലീസ് അന്വേഷണം നടത്തുക. ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷണം നടത്താൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമം പോലീസിന് ഈ കേസ് കൈമാറുകയും ചെയ്യും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പാലക്കാട് ഈ പീഡനാരോപണത്തിന് ശേഷം അദ്ദേഹം അടൂരിലെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു നേരത്തെ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഈ പാലക്കാട് നിന്നുള്ള നിരവധി നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിൽ നേരിട്ടെത്തി കാണുകയും സന്ദർശിക്കുകയും ചെയ്ത അതിനുശേഷം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് തിരിച്ച് അദ്ദേഹം വീണ്ടും പാലക്കാട് സജീവമാകുന്നത്. ഇതിനിടെ പാലക്കാട് അത്രത്തോളം സജീവമായി വരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ വീണ്ടും ഒരു തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് വീണ്ടും ഒരു 2 ദിവസം മുമ്പ് ഒരു ശബ്ദ സംഭാഷണം പുറത്തു വരുന്നതും ഇപ്പോൾ കേസ് വരെ എത്തി നിൽക്കുന്നതും. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ നൽകിയ ഒരു കുറിപ്പുണ്ട്. അത് ഒന്ന് വായിച്ചു പോകാം. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഇട്ടത്. സത്യം തന്നെ ജയിക്കണം അല്ലേ ഫൈസൽ? കാളിദാസൻ അത് തന്നെയാണ്. അതായത് സത്യം തന്നെ ജയിക്കണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണം ആരംഭിച്ച അദ്ദേഹം ഇപ്പോഴും അതിനെ എതിർക്കുക ഈ പരാതിയെ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം താനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ കേസെടുത്തുകൂടെ എന്ന് അദ്ദേഹം മുൻപ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അതിജീവിത ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്കാണ് ഇന്നലെ പരാതി നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാദം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു. ഇനി ഏതായാലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല, അത് താൻ കോടതിയിൽ തെളിയിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹം നൽകാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാളിദാസൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടൊന്ന് സജീവമായി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തൻ്റെ 2 കാലുള്ളിടത്തോളം കാലം താൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. തൻ്റെ 20ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിൽ തന്നെ താൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തൻ്റെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊക്കെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹം ഈ പാലക്കാട് സജീവമാകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണം വരുന്നത്. അത് ഒരു ശബ്ദ സന്ദേശവും വാട്സാപ്പ് ചാറ്റുമാണ് പുറത്തു വന്നത്. അതിൽ അദ്ദേഹം പ്രതിരോധത്തിലാവുകയും ചെയ്തു. പിന്നീട് ഇന്നലെയും ഒരു ശബ്ദ സന്ദേശം മറ്റൊരു മാധ്യമം പുറത്തുവിടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി അത് ആ യുവതി തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിലും സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ തർക്കമുണ്ട് എന്നത് തന്നെയാണ് പരസ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കെ സുധാകരൻ, കണ്ണൂർ MP ആയ കെ സുധാകരൻ രാഹുലിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരുന്നത്. ഈ കേസെടുക്കുന്നതിന് മുമ്പത്തെ ഒരു പ്രതികരണമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ആ പ്രതികരണം നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്നൊക്കെ രീതിയിലുള്ള കാര്യം അദ്ദേഹം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറണം, തിരിച്ചു വരണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ യോഗ്യനല്ല, അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയതാണ്, സസ്പെൻഡ് ചെയ്തതാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസുമായി അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരനും കോൺഗ്രസ് നേതാവായ കെ മുരളീധരനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും
ഉൾപ്പെടെ പറഞ്ഞത്, വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് അത് തന്നെയാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണുള്ളത്. കാരണം ഇത്രയും നാൾ ഇവർ പിടിച്ചു നിന്നത് 6 മാസം കൊണ്ട് സസ്പെൻഷൻ ചെയ്തു, 6 മാസം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കേസ് നൽകിയ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി, പരാതി നൽകിയ സാഹചര്യത്തിൽ, കേസെടുത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണക്കാനില്ല, കാരണം ഈ പാർട്ടി ഒരിക്കൽ നടപടിയെടുത്തതാണ്, ഇനി ബാക്കി പാർട്ടി തന്നെ തീരുമാനിക്കുമെന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും ഇനി എന്തായിരിക്കും രാഹുലിൻ്റെ ഭാവി എന്നാണ് കാര്യം അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നു. ലൈംഗിക പീഡന ആരോപണം വന്നിരിക്കുന്നത്, നിർബന്ധിത ഗർഭചിത്രം, അതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണിത്. ഇനി എന്തായിരിക്കും രാഹുലിന്റെ ഭാവി എന്നുള്ളൊരു കാര്യമാണ് ഇനി ചോദ്യം നോക്കുന്നത്. കാളിദാസ്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.